മാസത്തിൽ നീ കാരുണ്യ തീർത്ഥവുമാ. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെയും ഇന്നത്തെ ജീവിതത്തെയും യോഹന്നാൻ സുവിശേഷൻ ഒരു ചരടിൽ കോർത്തിണക്കി. ആ വാക്കിതായിരുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിൽ തുടങ്ങി ആ വചനം മാംസം ധരിച്ച് ക്രിസ്തുവായി എന്നും ആ ക്രിസ്തു ഇന്നും ജീവിക്കുന്നുവെന്നും ഓർമ്മിപ്പിക്കുന്ന വാക്കുകളാണ് നമ്മളിന്ന് വായിച്ച് കേൾക്കുന്നത്. ക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ അത് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ്. മുലതീണ്ടിയ മുഖവുമായി ഒരു സ്ത്രീയുടെ മാറിൽ കിടന്നുറങ്ങിയതാണ്. ദൈവത്തിന് ഇത്രത്തോളം ചെറുതാകാൻ പറ്റുമോ? ഇത്രത്തോളം തന്നെ ഒന്നുമില്ലാതാക്കാൻ പറ്റുമോ? അതാണ് ഒരു വർഷത്തിൻ്റെ അവസാനത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത്. ദൈവം ഈ ഭൂമിയിൽ ഇത്രത്തോളം ചെറുതായി മനുഷ്യൻ്റെ രൂപമെടുത്തു. ഇനി ആ മനുഷ്യൻ രൂപത്തിൽ മാത്രമാണോ ഒതുങ്ങിയത്? ഈ ഭൂമിയിൽ നിന്ന് വിട പറയുന്നതിന് തൊട്ട് മുമ്പ് അവൻ ഇളം അപ്പത്തിൻ്റെ രൂപത്തിൽ അതിനേക്കാളും എളിമയുള്ള രൂപം പ്രാപിച്ചു. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു കണക്ഷനുണ്ട്. ദൈവത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ മുമ്പിൽ എളിമപ്പെട്ട് ഒന്നുമില്ലാതായി തീരുക എന്നുള്ളതാണ്. ഇത്രത്തോളം ദൈവം ചെറുതായതിനെയാണ് ഈ വർഷാവസാനം നമ്മൾ ധ്യാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ഒന്ന് ധ്യാനിച്ച് നോക്കിയേ. നമ്മളൊക്കെ അഭിമാനിക്കാനും അഹങ്കരിക്കാനും തക്കവിധത്തിൽ എന്തുമാത്രം വളർച്ചയാണ് ജീവിതത്തിലുണ്ടായത്. ദൈവം എത്രയിടത്താണ് നമ്മളെ തല ഉയർത്തി നിർത്തിയത്. ഒരുപാട് കുറവുകളും കുറ്റങ്ങളുമുള്ള ജീവിതമാണ്. പക്ഷെ ആരും അറിഞ്ഞില്ല. ആരുടെ മുമ്പിൽ നമ്മുടെ ദൈവം നമ്മളെ കാട്ടിക്കൊടുത്തില്ല. കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മളെ പൊതിഞ്ഞു പിടിച്ച് ഇപ്പോഴും മനുഷ്യരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പഠിപ്പിച്ച ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ് ഈ വർഷത്തിൻ്റെ ഏറ്റവും കൃതജ്ഞത നിറഞ്ഞ വാക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യവും ഏറ്റവും അവസാനവും വേണ്ട ഒരു പുണ്യം എന്താണെന്ന് ചോദിച്ചാൽ എളിമയാണ്. ദൈവത്തെ കണക്ക് എളിമയുള്ളവരായിത്തീരുക. എല്ലാത്തിനെയും ഓർത്ത് കൈകൂപ്പി നന്ദി പറഞ്ഞ് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുക. ഈ ഒരു വർഷം 2026 നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട പാഠം ഇതാണ്: വലിയവരാക്കിയ കഴിഞ്ഞ 2025 വർഷത്തിൽ എളിമ കൊണ്ട് കുറച്ചും കൂടി വലിയവരാകാനായിട്ട് 2026 നമ്മളെ സഹായിക്കണം. ആദിയിലെ മനുഷ്യന് ദൈവത്തിൻ്റെ മുഖമായിരുന്നു. അതാണല്ലോ നമ്മൾ വചനത്തിൽ വായിച്ചത്. അവൻ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ പിന്നീട് ആ മനുഷ്യൻ്റെ രൂപമാണ് ദൈവം ഈ ഭൂമിയിലെടുത്തത്. അങ്ങനെയാണെങ്കിൽ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനോളം ചെറുതായി, അതിനേക്കാളും ചെറുതായി അപ്പമായി മാറി. നമ്മൾ ഈ ഒരു വർഷത്തിൽ ചിന്തിക്കേണ്ടത് ഉയരങ്ങളിലേക്ക് ഉയരുമ്പോഴും എത്രത്തോളം താഴ്ചയിലേക്ക് ഇറങ്ങാൻ നമ്മുടെ മനസ്സ് തയ്യാറാകുന്നുണ്ട്. പുതിയൊരു വർഷം എളിമയുടേതാകട്ടെ. 2024 പുതിയൊരു തുടക്കമാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിരുവോസ്തിയായെന്നിലണയും സ്നേഹം, ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ ഈശോ, തിരുവോസ്തിയായെന്നിലണയും സ്നേഹം, ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ ഈശോ. നോവിച്ച നാവിലല്ലേ നാഥൻ സ്നേഹത്തിൻ കൂദാശയേകി. നോവിച്ച
കൂദാശയേകി നിന്നിച്ച മാനസത്തിൽ നീ കാരുണ്യ തീർത്ഥവുമായി നിന്നിച്ച മാനസത്തിൽ നീ കാരുണ്യ തീർത്ഥവുമായി ക്രൂശിച്ച കയ്യിലല്ലേ നാഥൻ ജീവന്റെ മന്ന തന്നു ക്രൂശിച്ച കയ്യിലല്ലേ നാഥൻ ജീവന്റെ മന്ന തന്നു കോപിച്ച മാനസത്തിൽ നീ സ്നേഹാഗ്നിജ്വാലയുമായി കോപിച്ച മാനസത്തിൽ നീ സ്നേഹാഗ്നിജ്വാലയുമായി തിരുവോസ്തിയായ എന്നിലണയും സ്നേഹം ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു സ്നേഹം എൻ്റെ ഈശോ ഇത്ര ചെറുതാകാൻ എത്ര വളരണം ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം